ഹായ് കൂട്ടുകാരെ, ഞാനിന്നിവിടെ വൈകുന്നേരത്തേക്കൊരു ചെറിയൊരു ചായയുടെ കൂടെ കഴിക്കാനുള്ള ഒരു ചെറിയ പലഹാരം ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് ഞാൻ 2 ഏത്തപ്പഴം, തേങ്ങ, ശർക്കര ഉരുക്കിയത്. മധുരം കുറച്ച് മതി, അതുകൊണ്ടാണ് ഞാൻ അത്രയും ശർക്കര ഉരുക്കിയത്. ഇനി നമുക്ക് ഏത്തയ്ക്ക ചെറുതായിട്ട് അരിയാം. ഇവിടെ ഞാൻ പാത്രം സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പാത്രം എടുക്കുന്നതെന്ന് വെച്ചാൽ ഇതിനകത്ത് നെയ്യായാലും എണ്ണയായാലും നമുക്ക് കുറച്ച് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ പാത്രം എടുത്തേക്കുന്നത്. ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിക്കാം. ഇവിടെ ഞാൻ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ഈ ഏത്തയ്ക്ക ഞാൻ വട്ടത്തിൽ അരിഞ്ഞ് വെച്ചത് അതങ്ങോട്ടിടാം. എന്നിട്ടിത് നമുക്ക് ഉടയാതെ ഇളക്കണം. ചെറുതായിട്ട് ഇളക്കാം. ഇനി നമുക്ക് ഈ ശർക്കര ഉരുക്കിയത് ഇതിനകത്തോട്ട് ഒഴിക്കാം. മധുരം കുറച്ച് മതി, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ചേർത്തത്. കൂടെയാണ് ഇതിനകത്ത് ഇളക്കുക. ഏത്തയ്ക്ക ഉടയരുത്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് തേങ്ങ ഇടാം. തേങ്ങ ഇട്ടു. അധികം തേങ്ങയുണ്ടെങ്കിൽ കുറച്ചധികം വേണമെങ്കിൽ ഇടാം. ഇളക്കുക. പിന്നെ ഞാൻ അതിനകത്തേക്ക് അവിലിടുകയാണ്. അവിലിട്ടു. എന്നിട്ട് നമ്മൾ ഏത്തയ്ക്ക ഉടയാതെ ഇളക്കണം. അപ്പം ഞാൻ ഇതിനകത്ത് കുറച്ച് പാലൂടെ ഒഴിക്കുകയാണ്. അപ്പം കാച്ചിയ പാലാണ്. അവിൽ കുഴഞ്ഞു പോകരുത്. അവിൽ കുഴയാത്ത രീതിയിൽ നമ്മൾ പാലൊഴിച്ച് കൊടുക്കണം. അവിൽ ഇതിനകത്ത് വേണമെങ്കിൽ ഏലക്ക ചേർക്കാം, പിന്നെ അണ്ടിപ്പരിപ്പ് ചേർക്കാം, പിന്നെ മുന്തിരിങ്ങ ചേർക്കാം. ഇതൊന്നും എൻ്റെ കയ്യിലില്ല. അപ്പോൾ ഞാനതുകൊണ്ട് ഇത്രയും റെഡി ആയിട്ടുണ്ട്. അവിൽ കുഴഞ്ഞിട്ടില്ല. അപ്പം അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ വേണമെന്നവർക്കിടാം. എൻ്റെ കയ്യിൽ കപ്പലണ്ടി ഇരിപ്പുണ്ട്. അപ്പോൾ ഞാനത് കപ്പലണ്ടി ഇതിനകത്തോട്ടിടും. ഇടാൻ പോവുകയാണ്. വേണമെങ്കിൽ ഇതിനകത്ത് കുറച്ച് കോരി കഴിക്കാനായിട്ട് കുറച്ചധികം പാല് വേണമെങ്കിൽ ഒഴിക്കാം. എൻ്റെ കടലപ്പരിപ്പുണ്ട്. കടലപ്പരിപ്പിരിപ്പുണ്ട്. കുറച്ച് കടലപ്പരിപ്പിട്ട് കപ്പലണ്ടിയുണ്ട്. കോരി കഴിക്കാം. അപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇത് കുറച്ചധികം പാലൂടെ ഒഴിച്ചാൽ അത് അവർക്ക് ഇങ്ങനെ കോരി കഴിക്കാം. കപ്പലണ്ടി ഉണ്ട്. ഞാനിവിടെ കപ്പലണ്ടിയും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ആവശ്യമുള്ളവർക്ക് അണ്ടിപ്പരിപ്പ്, ഏലയ്ക്ക, മുന്തിരിങ്ങയും പിന്നെ പാലൂടെ ചേർത്താൽ നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ നിങ്ങൾ വൈകുന്നേരങ്ങളിലൊക്കെ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമ്മുടെ സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചായയുടെ കൂടെ കഴിക്കാനാണിത്.